വെൽക്കം ടു യുകെൻ എഡ്യൂസോൺ. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രോസസ് കോസ്റ്റിങ്ങിനകത്ത് വരുന്ന പ്രോസ് അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനാണ്. നമ്മൾ പ്രോസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രോസ് കോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 3-4 ക്ലാസ്സുകൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിനകത്ത് പ്രത്യേകം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളത്. നിങ്ങൾ ആ പ്ലേലിസ്റ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഫസ്റ്റ് മുതലുള്ള ക്ലാസ്സുകൾ അതിൽ നിന്ന് കാണാവുന്നതാണ്. ആ ക്ലാസ്സുകൾ മൊത്തം കണ്ടിട്ട് ഈ ക്ലാസ് കാണുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആകും, കാരണം അതിൻ്റെ തുടർച്ചയാണിത് എന്നുള്ളത്. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിനകത്ത് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ക്രോസ് കോസ്റ്റിനകത്ത് വരുന്ന 2 ടേമാണ്: ലോസ് ഇൻ വെയ്റ്റ്, അതുപോലെ തന്നെ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് എന്നുള്ളത്. സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്, ഏത് സന്ദർഭത്തിൽ, ലോസ് ഇൻ വെയ്റ്റ് വരുമ്പോഴുള്ള സന്ദർഭത്തിൽ എന്നുള്ള. ഓൾറെഡി ചാനലിലൂടെ എല്ലാ ദിവസവും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കൊമേഴ്സുമായി റിലേറ്റ് ചെയ്തിട്ട ക്ലാസ്സുകളാണ്. നിങ്ങൾക്കത് ഉപകാരമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇതിനകത്ത് നിന്ന് 3 പ്രോസസ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത്. പ്രോസസ് എ, പ്രോസസ് ബി, പ്രോസസ് സി എന്നുള്ള 3 അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓൾറെഡി പ്രോസസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള ഫോർമാറ്റൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കാണുക, എന്നിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ ഇതൊരു കണ്ടാൽ കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പോൾ അതിൽ ലോസ് ഇൻ വെയ്റ്റ്, അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ എന്നുള്ളത്, അപ്പോൾ അത് നമ്മളൊരു പ്രോബ്ലത്തിലൂടെ ഈ ഒരു 2 ഐഡിയയും ക്ലിയർ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് എന്നുള്ളത് വേജസ്, അതുപോലെ തന്നെ മെറ്റീരിയലിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് തന്നിട്ടുണ്ട്. ഇത് പ്രോസസിൻ്റെയാണ്. ഇത് പ്രോസസ് എൻ്റെതാണ്. വിട്ടുപോയാണ് പ്രോസസ് എൻ്റെത്, പ്രോസസ് ബീൻ്റെത്, പ്രോസസ് സീൻ്റെത് ഉള്ള എമൗണ്ടാണ് ഇതെന്നുള്ളത്. വർക്ക്സ് ഓവർ ഹെഡിൻ്റെ എ, ബി, സീൻ്റെ എമൗണ്ടാണിത്. പ്രൊഡക്ഷൻ യൂണിറ്റ് പ്രോസസ് എൻ്റെ 36,000 ആണ്, ബീൻ്റെത്, സീൻ്റെത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ബീൻ്റെതും സീൻ്റെയും ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ടും ബി, സിയും തന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ബ്രാക്കറ്റിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ക്ലിയർ ആവുന്നില്ല, ഞാൻ പറയാം. യൂണിറ്റ്സ് ഫ്രം പ്രൊസീഡിങ് പ്രോസസ്, അതായത് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ യൂണിറ്റ് എന്നുള്ളത് അതിന് മുൻപത്തെയുള്ള പ്രൊസീഡിങ് പ്രോസസ്സിൻ്റെ യൂണിറ്റ് ആണ് എന്നുള്ളത്. അവിടെ ആ പ്രൊഡക്ഷൻ അതിൻ്റെ യൂണിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രൊസീഡിങ് മുൻപത്തെയുള്ള യൂണിറ്റ് ആണ് എന്നത് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പ്രോസസ് എൻ്റെയും പ്രോസസ് ബീൻ്റെയും പ്രോസസ് സീൻ്റെയും അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. പ്രോസസ് എൻ്റെ അക്കൗണ്ട് വരച്ചിട്ട് അതിൻ്റെ ബാലൻസാണ് പ്രോസസ് ബിയിലേക്ക് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നത്. ബീൻ്റെ ബാലൻസാണ് പ്രോസസ് സിയിലേക്ക് ഫോർവേഡ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഇതിനകത്തൊക്കെ ഉണ്ട്. നമുക്കതിനകത്തൊക്കെ ആ ഡയറക്റ്റ് അതൊക്കെ എഴുതി വെക്കാം. ഉദാഹരണത്തിന് ഇവിടെയുള്ള എന്താണ് വേജസ് ആൻഡ് മെറ്റീരിയൽ എന്ന് പറയുന്ന ഐറ്റം പറഞ്ഞിട്ടുണ്ട്. വേജസ് ആൻഡ് മെറ്റീരിയൽ നമുക്കതുപോലെ തന്നെ എഴുതി വെക്കാം. എന്താണ് വേജസ് ആൻഡ്, ഞാൻ ഷോർട്ടാക്കിയിട്ട് എഴുതുന്നുണ്ട് കാരണം മുഴുവനൂടെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. നിങ്ങൾ എഴുതുമ്പോൾ ഫുള്ളായിട്ട് എഴുതാം. വേജസ് ആൻഡ് മെറ്റീരിയൽ എന്നുള്ള എമൗണ്ട് എത്രയാണ്? 30,400 എന്നുള്ള എമൗണ്ട് എഴുതി. ഇനി ഇപ്പോൾ നമ്മൾ പരിഗണിച്ചു. പിന്നെ പ്രൊഡക്ഷൻ്റെ യൂണിറ്റ് എന്നുള്ള ഇവിടെ പറയുന്നുണ്ട്. എത്രയാണ്? പ്രോസസ് ചെയ്യേണ്ട 36,000 യൂണിറ്റാണ് പ്രോസസ് ചെയ്യുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 36,000 യൂണിറ്റ് എന്നുള്ളത് ഇവിടെ എഴുതാം. യൂണിറ്റ് എത്രയാണ്? 36,000 ആണ് യൂണിറ്റ് എന്നുള്ളത്. ഓക്കെ, ഇതിലൊന്നും വലിയ കൺഫ്യൂഷൻ ഇല്ല, ഓൾറെഡി പറഞ്ഞാണ്. ഇതേപോലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞാൽ വർക്ക്സ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞിട്ട് എത്രയുണ്ട്? 5,600 വർക്ക്സ് ഓവർ ഹെഡ് ഉണ്ട്. അതിലും എന്താണ് കൺഫ്യൂഷൻ ഒന്നുമില്ല. വർക്ക്സ് ഓവർ ഹെഡ് എത്രയുണ്ട്? 5,600. വർക്ക്സ് ഓവർ ഹെഡിൻ്റെ എമൗണ്ട് എത്രയാണ്? 5,600 എന്നുള്ളത്. ഓക്കെ, രണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞു. ഇനി അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, വേറൊന്നും ഐറ്റംസ് പ്രോസസ് എയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനകത്തില്ല. നമ്മൾ ഈ യൂണിറ്റ് എടുത്തു, ഇത് രണ്ടും നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി പ്രോസസ് എയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ക്വസ്റ്റിനകത്ത് വേറെ ഇൻഫർമേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി നമ്മൾ ആ പ്രോസസ് എൻ്റെത് എന്ത് ചെയ്യുന്നു, പ്രോസസ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു രീതിയാണ് പറയുന്നത്. ഇവിടെ എത്രയാണ്? 36,000 ആണ്. ഇവിടെയുള്ള 36,000 ആണ്. ഇവിടുത്തെ ടോട്ടൽ എത്രയാണ്? അതും എത്രയാണ്? 36,000 തന്നെയാണ്. ഇതേ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എഴുതുന്നു. അതായത് 36,000 ദെൻ 36,000. ഓക്കെ,
ഇനി ഈ പ്രോസസ് എൻ്റെത് പ്രോസസ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പ്രോസസ് എൻ്റെത് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് എഴുതും? പ്രോസസ് ബി എന്ന് പറഞ്ഞിട്ട് എഴുതും. പ്രോസസ് ബി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എത്രയാണ് യൂണിറ്റ് ഉള്ളത്? 36,000 യൂണിറ്റാണ്. പ്രോസസ് എ പ്രിപ്പയർ ചെയ്യുന്ന വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എമൗണ്ട് എത്രയാണ്? 36,000 യൂണിറ്റ്, 36,000 രൂപയാണത് എമൗണ്ട് എന്നുള്ളത്. അത്രയും പ്രോസസ് എൻ്റെ പ്രിപ്പറേഷനകത്ത് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്കിവിടെ ഓരോന്നിനും കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ മുമ്പ് പ്രോസസ് അക്കൗണ്ടിൻ്റെ ഫീച്ചർ പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രോസസ്സിനകത്തും തന്നെ പെർ യൂണിറ്റ് കോസ്റ്റ് എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? 36,000 ഡിവൈഡഡ് ബൈ 36,000, അതായത് 1 ആണ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത്. ഒന്നവിടെ നോട്ട് ചെയ്ത് വെക്കുക. കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? 1 ആണ്. നമുക്കത് ആവശ്യം വരും. നമുക്കിനി അടുത്ത ചെയ്യുമ്പം ആ കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ ₹1 എന്നുള്ളത് നമുക്ക് ആവശ്യം വരും. ഇനി അടുത്ത പ്രോസസ് ബി എന്നുള്ളത്. പ്രോസസ് ബി ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രോസസ് ബിയിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ക്വസ്റ്റ്യനകത്ത് എത്രയുണ്ട്? ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ഉണ്ട്. എത്രയാണ്? 4,000 രൂപയാണ് ഓപ്പണിംഗ് സ്റ്റോക്കുള്ള. ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കില്ല നമ്മൾ ആദ്യം എഴുതേണ്ടത്. അപ്പം ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്നുള്ളത് നമ്മൾ ആദ്യം എഴുതും. ഓപ്പണിംഗ് സ്റ്റോക്ക്. ഇനി ശ്രദ്ധിക്കാം, ഈ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ അതാണ് കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. പക്ഷെ പറഞ്ഞിട്ടുണ്ട് യൂണിറ്റ് ഫ്രം പ്രിസീഡിങ് പ്രോസസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതായത് മുൻപേയുള്ള യൂണിറ്റ് എത്രയാണ്? പെർ യൂണിറ്റ് കോസ്റ്റ് എത്രയാണ്? 1 അല്ലേ? അപ്പോൾ ഈ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ പെർ യൂണിറ്റ് എത്രയാണ്? 1 ആണ് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ പെർ യൂണിറ്റ് എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ യൂണിറ്റ് കോളമുണ്ട്, ഇത് എമൗണ്ട് കോളമുണ്ട്. ഇത് വീണ്ടും എഴുതാൻ ഹെഡിങ് എഴുതിയിട്ടില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം. യൂണിറ്റ് കോളം, എമൗണ്ട് കോളം എന്നുള്ള ഹെഡിങ് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഹെഡിങ് എഴുതണം. ഞാനത് മൊത്തത്തിൽ സ്പേസിൻ്റെ ഒരു കുറവുകൊണ്ട് ഇങ്ങനെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ എത്രയുണ്ട്? ₹1 ഓപ്പണിംഗ് സ്റ്റോക്ക്. ആ ₹1 ഇവിടെ കിട്ടിയ ക്വസ്റ്റിനകത്തുള്ളതല്ല. കാരണം കഴിഞ്ഞ പ്രോസസ്സിൻ്റെ പ്രിസീഡിങ് പ്രോസസ്സിൻ്റെ പെർ യൂണിറ്റാണ് ഇവിടുത്തെ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ പെർ യൂണിറ്റ് എന്നുള്ളത്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ എത്രയാണ് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ഉള്ളത്? എത്രയാണ്? 4,000 ആണ് ഉള്ളത് അല്ലേ? 4,000 ആണ്. പെർ യൂണിറ്റ് എത്ര തന്നെയാണ്? പെർ യൂണിറ്റ് എന്നുള്ള എത്രയാണ്? 4,000 ആണിത് പെർ യൂണിറ്റ് എന്നുള്ളത്. ഓക്കെ, പെർ യൂണിറ്റ് എന്നുള്ളത് 4,000. 4,000 യൂണിറ്റ്, ഒരു യൂണിറ്റ് എത്രയാണ്? ₹1 വെച്ചിട്ട് 4,000 എന്നുള്ളത്. ഓക്കെ, അത് ക്ലിയറായി. ഇനി കഴിഞ്ഞിട്ടില്ല. ഈ പ്രോസസ് ബീൻ്റെ നമ്മൾ ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണമല്ലോ. പ്രോസസ് ബീൻ്റെ ഈ 36,000 യൂണിറ്റ് ഉണ്ട്, 36,000 എമൗണ്ട് ഉള്ളത്. ആ എമൗണ്ട് നമ്മൾ ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? പ്രോസസ് ബി അക്കൗണ്ട് വെച്ചിട്ട് പ്രോസസ് എ അല്ലേ? പ്രോസസ് ബി അക്കൗണ്ടിനകത്ത് പ്രോസസ് എ അക്കൗണ്ട് എന്താണ്? നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതാണത്. ഒക്കെ ട്രാൻസ്ഫർ ആണെന്നുള്ള കാര്യം ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക, കാരണം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എത്രയാണ്? 36,000 ആണ് യൂണിറ്റ് ഉള്ളത്. ഒരു യൂണിറ്റിന് ₹1. അപ്പോൾ അങ്ങനെ 36,000 ആണ് എന്നുള്ളത്. അത് നമ്മൾ ഇവിടുത്തെ ഉള്ള എമൗണ്ട് അതുപോലെ തന്നെ ഇവിടത്തേക്ക് എടുത്തെഴുതുന്നത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു കൺഫ്യൂഷനും അതിനകത്ത് ഇല്ല. ഇതാണ് പ്രോസസ്സിൻ്റെ ട്രാൻസ്ഫർ എന്നുള്ളത്. എൻ്റെത് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? പ്രോസസ് എ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. ഓക്കെ, മുമ്പ് നമ്മളത് ഇതേപോലെയുള്ളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വലിയ ബുദ്ധിമുട്ടില്ല. ഇനി നമ്മളെന്ത് ചെയ്യുന്നു? ഇപ്പോൾ നമ്മൾ പരിഗണിച്ചു, ഇത് നമ്മളെടുത്ത് കഴിഞ്ഞു. ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് നോക്കാം. ഇനി അടുത്തത് വേജസ് ആൻഡ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രോസസ് ബീന് എത്രയുണ്ട്? 12,000 രൂപയില്ലേ? വേജസ് ആൻഡ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പ്രോസസ് ബീൻ്റെ എത്രയുണ്ട്? 12,000 രൂപയുണ്ട് വേജസ് ആൻഡ് മെറ്റീരിയൽ എന്നുള്ളത്. അപ്പം അത് നമ്മളിവിടെ എഴുതി. ഓക്കെ, 12,000 രൂപ. ദെൻ വർക്ക്സ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞിട്ട് എത്രയുണ്ട്? 5,250 ഉണ്ട്. വർക്ക്സ് ഓവർ ഹെഡ് എത്രയുണ്ട്? 5,250 എന്നുള്ളത്. ആ വാല്യൂ നമ്മൾ എഴുതി. അത് നമ്മൾ ഇത് എടുക്കുന്നതിന് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല, കാരണം നമ്മൾ അതിനകത്തുനിന്ന് എമൗണ്ട് നോക്കിയിട്ട് എഴുതുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പ്രോസസ് ബീൻ്റെ നമ്മളിവിടെ എഴുതി കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രോസസ് ബീൻ്റെ കോളം നമ്മൾ എന്ത് ചെയ്യുന്നു? ടോട്ടൽ ചെയ്യുന്നു. അതായത് ഇവിടെ എത്രയുണ്ട്? പ്രോസസ് ബീൻ്റെ ഇവിടെ 40,000 രൂപയുണ്ട്. പ്രോസസ് ബീൻ്റെ 40,000. ഈ കോളം തമ്മിൽ നമ്മൾ ടോട്ടൽ ചെയ്താൽ 57,250 എന്ന് വരും. നമ്മളൊന്ന് ചെയ്ത് നോക്കാം. അപ്പം അതേ എമൗണ്ട് തന്നെ നമ്മൾ ഇവിടത്തേക്ക് എടുത്തെഴുതി. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 40,000 അതിവിടെ എത്രയാണ്? 57,250 എന്നല്ല. ഓക്കെ, ദെൻ
നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലോസ് ഇൻ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത്. അപ്പം അതിനകത്ത് പ്രോസസ് ബീൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. പ്രോസസ് ബീൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 1000 രൂപയാണ് പ്രോസസ് ബീൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഡയറക്റ്റായിട്ട് ഇവിടെ എടുത്തെഴുതാം. എത്രയാണ് പ്രോസസ് ബീൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ള എത്രയാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ഉള്ളത് അല്ലേ? 1000. ഒരു യൂണിറ്റിന് എത്രയാണ് ക്ലോസ് സ്റ്റോക്കിന്? നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് പ്രൊസീഡിങ് പ്രോസസ്, അതായത് മുമ്പത്തെ ഉള്ളതിൻ്റെ യൂണിറ്റ്, അതായത് എത്രയാണ്? 1 രൂപയാണ്. അപ്പം ക്ലോസ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് എത്രയാണ്? 1000 തന്നെയാണ് എമൗണ്ട് എന്നുള്ളത്. ഓക്കെ, 1000 ആണ് എമൗണ്ട്. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. ആ ക്ലോസ് സ്റ്റോക്കിൻ്റെ 1000 ആണ്. പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. എത്രയാണ്? 1000 രൂപ എന്നുള്ളത് കിട്ടിയിട്ടുള്ളത്. ഇനി ഇവിടെ പ്രോസസ് അപ്പം അത്ര നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ പ്രോസസ്സ് ബീൻ്റെ അക്കൗണ്ട് എന്നുള്ളത് നമ്മുടെ പ്രോസസ്സ് അടുത്ത പ്രോസസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത പ്രോസസ്സിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പം അതിനകത്ത് പ്രൊഡക്ഷൻ്റെ യൂണിറ്റ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രൊഡക്ഷൻ്റെ യൂണിറ്റ് എന്നുള്ളത് പ്രോസസ്സ് ബീൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് എത്രയാണ്? 37,500 പ്രൊഡക്ഷൻ ബീൻ്റെ യൂണിറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും, അതായത് പ്രോസസ് ബിയിൽ നിന്ന് പ്രോസസ് സിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പം നമ്മളിവിടെ ലാസ്റ്റ് നമ്മൾ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യില്ല, അതായത് പ്രോസസ് സി എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രോസസ് സീൻ്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതില്ലേ, അത്രയാണ് 37,500. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഈ എഴുതി ഒന്ന് കൃത്യമായി മനസ്സിലാക്കാൻ. കാരണം ഇവിടെ പ്രോസസ് ബീൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത്രയാണ് 37,500 എന്നുള്ള ആ യൂണിറ്റാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പ്രോസസ് ബീൻ്റെ യൂണിറ്റ് എത്രയാണ്? 37,500 യൂണിറ്റ് എന്നുള്ളത്. അപ്പം അതിനകത്ത് ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്നുള്ളത് നമുക്ക് ഓൾറെഡി ക്ലോസ് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞു. എത്രയാണ്? 1000 രൂപയാണ് ക്ലോസ് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്നുള്ളത് ഉള്ളത്. അപ്പം അതിനകത്ത് ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ 40,000 രൂപയാണ് ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കും ഇവിടെ ട്രാൻസ്ഫറും കൂടിയിട്ടുള്ള ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെയും ട്രാൻസ്ഫറിൻ്റെയും എമൗണ്ട് കൂട്ടിയിട്ടുള്ള 40,000 ഉള്ളത്. അതിൽ നമ്മൾ എത്ര യൂണിറ്റാണ് പ്രോസസ് ബി എന്നുള്ളത്? 37,500. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1000. ഇവിടെയുള്ള ഈ ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്? ലോസ് ഇൻ വെയിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലോസ് ഇൻ വെയിറ്റ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലോസ് ഇൻ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 40,000 മൈനസ് 37,500 മൈനസ് 1000 ആണെന്ത്? ലോസ് ഇൻ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതായത് 1,500 രൂപയാണെന്ത് ലോസ് ഇൻ വെയിറ്റിൻ്റെ എമൗണ്ട് എന്നുള്ളത്. ഓക്കെ, 1,500 ആണെന്ത് ലോസ് ഇൻ വെയിറ്റിൻ്റെ എമൗണ്ട് എന്നുള്ളത്. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ ലോസ് ഇൻ വെയിറ്റ് ആണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്. അത് ചില ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ ഇതിന് ഇക്വേഷനായിട്ട് എഴുതുന്നുണ്ട്. അതായത് ഓപ്പണിംഗ് സ്റ്റോക്കിനോട് കൂടി ഈ ട്രാൻസ്ഫറിൻ്റെ എമൗണ്ട് കൂട്ടിയിട്ട് അതാണ് ഇവിടെ ടോട്ടൽ എമൗണ്ട്. അതിൽ നിന്ന് ഈ ഇതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റും ഇതിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഈ യൂണിറ്റും കുറച്ചതിന് ശേഷമുള്ള എമൗണ്ട് ആണെന്ന് പറഞ്ഞാൽ ലോസ് ഇൻ വെയിറ്റ് എന്നുള്ള ആ ലോസ് ഇൻ വെയിറ്റിൻ്റെ കാൽക്കുലേഷനാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എന്തില്ല? വാല്യൂ അതിനകത്ത് വരുന്നില്ല. കാരണം ലോസ് ഇൻ വെയിറ്റ് ആണ്, വാല്യൂ ഇതിനകത്ത് വരുന്നില്ല. അപ്പം അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്നെ ഈ വാല്യൂ ഇതിൻ്റെ ഡിഫറൻസ് 57,250 മൈനസ് 1000, അതായത് 56,250 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വാല്യൂ എന്നുള്ളത്. ഓക്കെ, ക്ലിയർ? അതായത് പ്രോസസ് ബീൻ്റെ ലാസ്റ്റ് വരുന്ന, അതായത് പ്രോസസ് ബിയിൽ നിന്ന് അവസാനമുള്ള എമൗണ്ട് പ്രോസസ് സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എത്രയാണ്? 37,500 യൂണിറ്റാണ്. വാല്യൂ 56,250. നമുക്കതൊക്കെ ആവശ്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓരോന്നിനകത്തും കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെയും എന്ത് വേണം? കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ 56,250 ഡിവൈഡഡ് ബൈ 37,500. 56,250 വാല്യൂ ആണ്, 37,500 എന്നുള്ളത് യൂണിറ്റാണ്. 56,250 ഡിവൈഡ് ബൈ 37,500 എന്നുള്ള ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. അത്രയാണ് 1.5 ഇവിടെയുള്ള കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത്. ക്ലിയർ? കാരണം ഈ കോസ്റ്റ് പെർ യൂണിറ്റ് എന്നാൽ നമ്മളിവിടെയും ഈ പ്രോസസ്സിനകത്തും കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? 1 ആണ് കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ എത്രയാണ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത്? 1.5 ആണ് എന്ത് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന്. അതൊന്ന് അവിടെ മാർക്ക് ചെയ്ത് വെക്കാം. കാരണം നമുക്ക് അടുത്ത പ്രോസസ്സിനകത്തത് ആവശ്യമാണ്. ഇനി നമ്മുടെ ഇത്രയും ക്ലിയർ ആയാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. വലിയ ബുദ്ധിമുട്ടില്ല. കാരണം നമ്മൾ പ്രോസസ് ബീനെ
പോലെ തന്നെയാണ് നമ്മൾ പ്രോസസ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നത്. അവസാനം നമ്മൾ പ്രോസസ്സിലേക്ക് മാറ്റുന്നില്ല, അത് ഫിനിഷ്ഡ് സ്റ്റോക്കിലേക്ക് മാറ്റുന്നു എന്നുള്ള ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് അതും കൂടി പറയാൻ വെക്കാൻ കാരണം പ്രോസസ്സിന് ഈ ഒരു അടുത്ത പ്രോസസ്സ് ചെയ്യുന്നുള്ളത് പ്രോസസ് സീൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നതിൻ്റെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് ഓപ്പണിംഗ് സ്റ്റോക്കുള്ള പ്രോസസ് സീൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ തന്നെ 16,500 എന്ന് പറഞ്ഞാൽ യൂണിറ്റാണ്. 16,500 എന്നുള്ള യൂണിറ്റാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, ഒരു യൂണിറ്റിന് എത്രയാണ്, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. യൂണിറ്റ് ഫ്രം പ്രൊസീഡിങ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്റ്റോക്കും വാല്യൂ ചെയ്യുന്നതാണ് യൂണിറ്റ് ഫ്രം പ്രൊസീഡിങ് പ്രോസസ്സാണ്. പ്രൊസീഡിങ് മുൻപത്തെ പ്രോസസ്സിനകത്തുള്ള പെർ യൂണിറ്റ് കോസ്റ്റ് എത്രയാണ്? പെർ യൂണിറ്റ് എത്രയാണ്? 1.5 അല്ലേ പെർ യൂണിറ്റ് എന്നുള്ളത്? 1.5 ആണ് പെർ യൂണിറ്റ് എന്നുള്ളത്. അതായത് 16,500 ഇൻറ്റു 1.5 അതാണ് ഇവിടെ കിട്ടുന്ന വാല്യൂ എന്നുള്ളത്. 16,500 എന്നുള്ളത് യൂണിറ്റാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്നുള്ളത് 16,500 ഇൻറ്റു 1.5 ആണ് ഇവിടെ കിട്ടുന്ന വാല്യൂ എന്നുള്ളത്. നമ്മൾ ചെയ്ത് നോക്കുക. 24,750 ഇവിടുത്തെ എന്ത് കിട്ടുന്ന ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്നുള്ളത് കിട്ടുന്നത്. അതെന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഇനി നമ്മൾക്ക് എന്ത് വേണം? ഈ ഒരു പ്രോസസ് ചെയ്യുന്ന ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് ഇവിടെ എഴുതണം. ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എന്താണ്? പ്രോസസ് സി അക്കൗണ്ട് വെച്ചിട്ട് പ്രോസസ് ബി അക്കൗണ്ടാണ്. അതായത് ഇവിടത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോസസ് സി അക്കൗണ്ടിൽ പ്രോസസ് ബി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് ഇവിടെ എഴുതുന്നു. പ്രോസസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫറിൻ്റെ എമൗണ്ട് എത്രയാണ്? 37,500. അതേപോലെ തന്നെ എഴുതുന്നു 37,500. ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 56,250 എന്ന് പറഞ്ഞ ആ എമൗണ്ട് അതേപോലെ എഴുതുന്നു. അതിനകത്തൊരു കൺഫ്യൂഷനില്ല. ഈ ഒരു വാല്യൂ ഇതേപോലെ ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതേപോലെ തന്നെയാണ് ഈ 36,000 ഇവിടത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ ഒരു വാല്യൂ ഇവിടെ ട്രാൻസ്ഫർ ചെയ്ത പോലെ തന്നെയാണ് ഈ വാല്യൂ ഇതേപോലെ ഇവിടത്തേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി നമ്മൾ എന്ത് വേണം? അടുത്ത വേജസ് ആൻഡ് മെറ്റീരിയൽ എന്നുള്ള ഈ എമൗണ്ട് ഇവിടെ അതേപോലെ എടുത്തത്. വേജസ് ആൻഡ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ എമൗണ്ട് അതാണ് 59,250 എന്നുള്ള ആ ഒരു വാല്യൂ. വർക്ക്സ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ വർക്ക്സ് ഓവർ ഹെഡിൻ്റെ എമൗണ്ട് എത്രയുണ്ട്? 6,000 രൂപ വർക്ക്സ് ഓവർ ഹെഡിൻ്റെ എമൗണ്ട് ഉണ്ട്. അപ്പം അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പിന്നെ അതിനകത്തേക്ക് എടുത്തെഴുതുന്നത്. ഓക്കെ, ക്ലിയർ. അതിനുശേഷം നമ്മൾ ഇതേപോലെ തന്നെ ഈ ഒരു കോളം നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. കോളം ടോട്ടൽ ചെയ്യുക എന്ന് പറയുമ്പം അതാണ് 16,500 എന്നുള്ള യൂണിറ്റ് കോളത്തിനകത്തുള്ള വാല്യൂ. അതുപോലെ തന്നെ ഈ വാല്യൂ അത് 54,000 കാണുന്നില്ലെന്ന് വിചാരിക്കുന്നത്. 54,000. പിന്നെ ഇവിടെ എന്താ? വർക്ക്സ് ഓവർ ഹെഡ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. ആ വർക്ക്സ് ഓവർ ഹെഡിൻ്റെ വാല്യൂ നമ്മൾ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വർക്ക്സ് ഓവർ ഹെഡും കൂടി ആഡ് ചെയ്തിട്ട് ആ ടോട്ടൽ എമൗണ്ട് നമ്മൾ ഈ കോളം ടോട്ടലായിട്ട് നമ്മൾ എഴുതുന്നു. 1,16,250 ഇവിടെ വരുന്ന വാല്യൂ എന്നുള്ള ഇതേ എമൗണ്ട് ഇവിടത്തേക്ക് മാറ്റി എഴുതുന്നു. 54,000 1,16,250 എന്നുള്ളത്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വേറൊരു കൺഫ്യൂഷനും ഇതിനകത്തില്ല. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ നമ്മൾ ആദ്യം എഴുതണം. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ക്ലോസ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇത് എടുത്തു കഴിഞ്ഞു. പിന്നെ പ്രൊഡക്ഷൻ യൂണിറ്റ് നമുക്ക് എടുക്കാൻ ബാക്കിയുണ്ട്. അത്ര ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് പ്രോസസ് സീൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് എത്ര? 5,500 ഉണ്ടല്ലോ. ആ 5,500 ഇവിടെ എഴുതുക. 5,500. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടുത്തെ പെർ യൂണിറ്റ് എത്രയാണ്? ക്ലോസ് സ്റ്റോക്കിൻ്റെ പെർ യൂണിറ്റ് എത്രയാണ്? പെർ യൂണിറ്റ് പ്രൊസീഡിങ് പ്രോസസ്സിൻ്റെ അല്ല. പ്രൊസീഡിങ് പ്രോസസ്സിൻ്റെ എത്രയാണ്? 1.5 അല്ലേ? അപ്പോൾ 1.5 ആണ് അവിടെയുള്ള എന്താ പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1. അതായത് 5,500 ഇൻറ്റു 1.5 എന്നുള്ളത് അങ്ങനെ 8,250 എന്നുള്ളത് എന്തിട്ടും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്നുള്ളത് 8,250 ക്ലോസ് സ്റ്റോക്കിൻ്റെ വാല്യൂ കിട്ടും. ഇനി നമ്മൾ ഇതേപോലെ തന്നെ ലോസ് ഇൻ വെയ്റ്റിൻ്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഇവിടെയുള്ള ലോസ് ഇൻ വെയ്റ്റ് എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ എത്ര യൂണിറ്റാണ് ഉള്ളത് ഇതെടുത്ത് കഴിഞ്ഞു. 5,500 പ്രൊഡക്ഷൻ പ്രോസസ് സി എത്രയാണ്? പ്രൊഡക്ഷൻ യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രോസസ് ചെയ്യുന്നുള്ളത്. അതായത് ഫിനിഷ്ഡ് സ്റ്റോക്ക് ലാസ്റ്റ് നമ്മൾ ആ ഒരു അത് കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫിനിഷ്ഡ് സ്റ്റോക്കിലേക്കല്ലേ എമൗണ്ട് മാറ്റുന്നത്, പിന്നെ പ്രോസസ്സിലേക്ക് മാറ്റണ്ടല്ലോ. ഫിനിഷ്ഡ് സ്റ്റോക്കിലേക്കാണ് മാറ്റുന്നത്. എത്ര യൂണിറ്റാണ്? 48,000 യൂണിറ്റാണ് മാറ്റുന്നത്. അപ്പം അതിൽ നിന്ന് 54,000 നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 48 എന്നുള്ള വാല്യൂ കുറച്ചിട്ട് 48 കുറക്കാം, 5,500 കുറക്കാം. അപ്പോൾ കിട്ടുന്ന ഈ ബാലൻസിങ് ഫിഗറാണ് എന്ത് പറഞ്ഞാൽ ലോസ് ഇൻ വെയ്റ്റ് എന്നുള്ള 500 രൂപയാണ് എന്ത് കിട്ടുന്നത്? ലോസ് ഇൻ വെയ്റ്റ്. ഇതെന്താണ്? ബാലൻസിങ് ഫിഗറാണ്. അവർ ഇവിടെയും കിട്ടിയ എന്താണ്? ബാലൻസിങ് ഫിഗറാണ്. ഈ 1,500 കിട്ടിയ എങ്ങനെയാണ്?
40,000 ഇത് രണ്ടും കുറച്ചല്ലേ, അതുപോലെ തന്നെ 54,000 ഇത് രണ്ടും കുറച്ചാണ് ഈ 500 എന്നുള്ള ലോസ് ഇൻ വെയ്റ്റിൻ്റെ എമൗണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്തില്ല, വാല്യൂ ഇല്ല. ഫിനിഷ് സ്റ്റോക്കിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? ഫിനിഷ് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്നുള്ളത് ഇതിൽ നിന്ന് ഈ ഒരു ഡിഫറൻസ്, അതായത് 1,08,000 ആണ് എന്താ പറയുക ഫിനിഷ്ഡ് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്നുള്ളത്. ഇതെന്താണ്? യൂണിറ്റാണ്. ഇതെന്താണ്? വാല്യൂ ആണ്. അപ്പോൾ നമ്മൾക്ക് എന്താ കിട്ടും? അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് ഇവിടെ കിട്ടും. കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് എത്രയാണ്? കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് 1,08,000 ഡിവൈഡഡ് ബൈ 48,000 ചെയ്ത് നോക്കുക. 2.25 ആണ്. 2.25 ആണ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത്. ഓക്കെ, 2.25 1,08,000 ഡിവൈഡ് ബൈ 48,000. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ള 2.25. ഓക്കെ, ഇപ്പോൾ ഇതാണ് പ്രോസസ്സിൻ്റെ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻസ്. എങ്ങനെ വരുന്നെങ്കിൽ ലോസ് ഇൻ വെയ്റ്റും അതുപോലെ തന്നെ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്ന 2 ഭാഗങ്ങൾ അതിനകത്ത് വരുന്നുണ്ടെങ്കിൽ, അപ്പോൾ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്ന പറയുമ്പോൾ ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ ഉണ്ട്. ക്ലോസ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? പ്രിസീഡിങ് പ്രോസസ്സിൻ്റെ നമ്മൾ യൂണിറ്റാണ് നമ്മളിവിടെ പരിഗണിക്കുന്നത്. പ്രിസീഡിങ് പ്രോസസ്സിൻ്റെ യൂണിറ്റിന് തൊട്ട് മുമ്പത്തെ യൂണിറ്റാണ് ഇവിടെ പരിഗണിക്കുന്നത്. പിന്നെ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിനകത്തും പറഞ്ഞതാണ്. ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ പ്രോസസ് ബീൻ്റെ നമ്മൾ ഇവിടത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലേ, ഈ പ്രോസസ് സീൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ ഒരു കാര്യം. ഓക്കെ, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ഈ ലോസ് ഇൻ വെയ്റ്റിൻ്റെയാണ് ഇതിൽ നിന്ന് ഇത് രണ്ടും കുറച്ചാണ് ഈ ലോസ് ഇൻ വെയ്റ്റ്. ഈ എമൗണ്ട് ഇത് രണ്ടും കുറച്ചാണ് ഇവിടെ കിട്ടുന്ന ലോസ് ഇൻ വെയ്റ്റ് എന്നുള്ളത്. അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. 1-2 തവണ ഒന്ന് ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പരീക്ഷയൊക്കെ ചോദിക്കുന്ന എസ്എ ക്വസ്റ്റനായിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം കൂടിയാണ് ക്രോസ് അക്കൗണ്ടിൻ്റെ ലോസ് ഇൻ വെയ്റ്റിൻ്റെയും അതുപോലെ തന്നെ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് എന്നുള്ള ഈ ഒരു ഭാഗം എന്നുള്ളത്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാം. ഇതിൻ്റെ ബാക്കി ക്ലാസ്സുകൾ, ക്രോസ് അക്കൗണ്ടിങ്ങിൻ്റെ ബാക്കി ക്ലാസ്സുകൾ ഉടനെ തന്നെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാ ദിവസവും കൊമേഴ്സ് റിലേറ്റഡ് ക്ലാസ്സുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം ക്ലാസ് ഉപകാരമാകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യും. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് നാളെ കാണാം. താങ്ക് യു.